നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ച ഷെറിനെ രക്തസാക്ഷിയാക്കിയ ഡിവൈഎഫ്ഐ പ്രമേയത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ബോംബ് നിർമ്മിച്ചത് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയല്ല, CPM എന്ന കൊലയാളി പാർട്ടിക്ക് വേണ്ടിയാണ്. നിർമ്മിക്കുന്നുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ശൈലജയൊക്കെ പച്ചയ്ക്ക് കള്ളം പറയുന്ന ആളാണ് എന്ന് കേരളത്തിന് ബോധ്യമാകുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇതെന്നും രാഹുൽ പറയുന്നു. കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിലാണ് മുളിയാത്തോട് സ്വദേശി ഷെറിലിനെ രക്തസാക്ഷിയാക്കി അനുശോചനം രേഖപ്പെടുത്തിയത്. 2024 ഏപ്രിൽ 5-നായിരുന്നു പാനൂർ മുളിയത്തോട് വെച്ച് ബോംബ് പൊട്ടി ഷെറിൻ കൊല്ലപ്പെട്ടത്. ഒരു വർഷത്തിനിപ്പുറമാണ് ഷെറിനെ രക്തസാക്ഷിയായി ഡിവൈഎഫ്ഐ അംഗീകരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറിപ്പിൽ നിന്ന് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട ആളിനെ പറ്റിയാണ് ഡിവൈഎഫ്ഐ രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞത്. ഇയാൾ എന്തായാലും ബോംബ് നിർമ്മിച്ചത് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയല്ല, CPM എന്ന കൊലയാളി പാർട്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ CPM ബോംബ് നിർമ്മിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ആ ബോംബ് എന്തായാലും അവലോസുണ്ടയ്ക്ക് പകരം ചായയുടെ കൂടെ കഴിക്കാനുള്ളത് അല്ലല്ലോ, മനുഷ്യരെ കൊല്ലാനുള്ളതല്ലേ. ഇതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘം CPM ആണ് എന്ന് പറയുന്നത്. ഇനി ഈ കൊല്ലപ്പെട്ട ഷെറിൻ ശ്രീമതി KK ശൈലജയ്ക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നപ്പോൾ ശ്രീമതി KK ശൈലജ പറഞ്ഞത് ഫോട്ടോ എടുത്താൽ പാർട്ടിക്കാരനാകുമോ എന്നാണ്. അപ്പോൾ ശ്രീമതി ശൈലജയുടെ യുക്തി വെച്ച് മരണം വരെ പാർട്ടിക്കാരനല്ലാത്ത ഒരാൾ ഇപ്പോൾ പാർട്ടി രക്തസാക്ഷിയാകണമെങ്കിൽ മരണശേഷം മരണശേഷമാണോ അയാൾക്ക് മെമ്പർഷിപ്പ് പാർട്ടി കൊടുത്തത്? ഈ ശ്രീമതി ശൈലജ ഒക്കെ പച്ചയ്ക്ക് കള്ളം പറയുന്ന ആളാണ് എന്ന കേരളത്തിന് ബോധ്യമാകുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇത് എന്ന് പറഞ്ഞു നിർത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ നീക്കം എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാഹുലിന്റെ ആ കമന്റിന് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട ആളിനെ പറ്റിയാണ് ഡിവൈഎഫ്ഐ രക്തസാക്ഷി എന്ന് പറഞ്ഞതെന്ന് പറയുന്ന ഈ ഒരു കമന്റിന് പിന്നാലെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് പിന്നാലെ തന്നെ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. അപ്പോഴും ഗർഭപാത്രത്തിൽ തൊടാതെ കമന്റ് ഇടാൻ അറിയാത്ത കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. ശൈലജ എന്ന പെരുങ്കള്ളി അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റി മാറ്റി പറയും. അവറ്റകൾ അങ്ങനെയൊക്കെയാണ്. ആരെങ്കിലും മരിച്ചാൽ മതി, അപ്പോ പിടിച്ച് രക്തസാക്ഷിയാക്കും, പുഷ്പാർച്ചന ചെയ്യും. ഇനി മരിച്ചില്ലേൽ കൊല്ലും, എന്നിട്ട് രക്തസാക്ഷിയാക്കും. ഇനി അത് 2 മില്യൺ ഇതുപോലെയാകും. എന്തായാലും ഓരോ സമ്മേളനത്തിലും ഓരോരുത്തർ രക്തസാക്ഷികളാകുന്നു എന്നുള്ളത്. ഭാവിയിൽ ഗർഭം കലക്കികൾക്കും രക്തസാക്ഷികളാകുമെന്ന് പറഞ്ഞുകൊണ്ട് കുത്തുന്നുണ്ട്. ആ കുത്തുന്നവർക്കിട്ട് തിരിച്ചുള്ള മറുപടി നൽകുന്നതും നിരവധിയായിട്ട് കാണാം. എന്ന് സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നു കളഞ്ഞ ഗർഭചിത്രൻ എന്ന് പറയുന്നുണ്ട്. ആര് കൊന്നു, എന്തിനു കൊന്നു, ആണോ, ഏത് മരവാഴയാണ് ആഭ്യന്തരമന്ത്രി, അവന് നട്ടലിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ FIR ഇട്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞ് അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം മറന്നു എന്ന് കരുതി കുളിച്ച് പൗഡർ ഇട്ട് കുട്ടപ്പനായി വരും. ആ ശബ്ദം നിങ്ങളുടേതാണോ എന്ന ചോദ്യം വന്നാൽ എലി കെണിയിൽ കുടുങ്ങിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എത്ര കാലം ഇതിങ്ങനെ പോകുമെന്ന കമന്റ് വരുന്നുണ്ട്. ആ കമന്റിനും തിരിച്ചു മറുപടി വരുന്നുണ്ട്. തന്റെ ആഭ്യന്തര വാഴയോട് പറ, ഒരു കേസെങ്കിലും എടുത്ത് അകത്തിടാൻ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അല്ല, പിരാരി എണ്ണി തീർന്നാൽ നമ്മൾ ജയിക്കും അല്ലേ അടിമ സഖാവേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും റിപ്പോർട്ടറിന് കിട്ടേണ്ടത് കിട്ടി ബോധിച്ചു. എന്തായാലും കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം തീർച്ചയായും ശരി തന്നെയാണ്. കാരണം അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, KK ശൈലജ പൂർണ്ണമായും ഈ ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ ഇനി ഒരു ഫോട്ടോ എടുത്താൽ പാർട്ടിക്കാരനാകുമോ എന്ന് ചോദിച്ച ആ ചോദ്യത്തെ തന്നെ നിഷ്പ്രഭമാക്കിയ വ്യക്തിയാണ് KK ശൈലജ. അപ്പോൾ KK ശൈലജ ഉൾപ്പെടുന്ന പാർട്ടിയിലെ ഒരു അംഗത്തെ അല്ലേ രക്തസാക്ഷിയാക്കുകയുള്ളൂ? അല്ലെങ്കിൽ ചുമ്മാതെ കയ്യബദ്ധത്തിൽ ഇങ്ങനെ മരണമൊക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട അവരെയൊക്കെ പിടിച്ച് രക്തസാക്ഷികളാക്കുന്ന പാർട്ടിയാണോ CPM എന്നുകൂടി KK ശൈലജ പറയേണ്ടി വരുമെന്നുള്ളതാണ്. ഇനി ഒരു പക്ഷേ ശൈലജ മാഡം അറിയാതെ ഇനി ഇവരെടുത്തതാണോ എന്ന് പോലും സംശയമുണ്ട്. എന്തായാലും കണക്കിന് കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.